നമസ്കാരം. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുകയാണ്. മോദി സർക്കാരിന്റെ മൂന്നാം ഊഴം. മോദി സർക്കാരിന്റെ ആദ്യ ടേം ശ്രദ്ധിക്കപ്പെട്ടത് പാവപ്പെട്ടവർക്ക് അനുകൂലമായ സുപ്രധാന നടപടികളിലൂടെ തന്നെയായിരുന്നു. പാവപ്പെട്ടവർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിൽ വൻതോതിൽ തന്നെയായിരുന്നു ആദ്യ മോദി സർക്കാർ പണം ചിലവഴിച്ചിരുന്നത്. ജനക്ഷേമ പദ്ധതികളിൽ പലതും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നത് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം. ഇത് തുറന്നു പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് 1 രൂപയിൽ 16 പൈസ മാത്രമാണ് അർഹതപ്പെട്ടവരിലേക്ക് എത്തുന്നത് എന്നായിരുന്നു. എന്നാൽ ബാങ്ക് അക്കൗണ്ട് വഴി നേരിട്ട് പണം കൈമാറൽ പദ്ധതി നടപ്പിലാക്കിയതോടുകൂടി ജനങ്ങളിലേക്ക് സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ നേരിട്ട് എത്തിത്തുടങ്ങി. 36 കോടി ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴി 10 ലക്ഷം കോടി രൂപയോളമാണ് മോദി സർക്കാരിന്റെ ആദ്യ വർഷം കൊണ്ട് ജനങ്ങളിലേക്ക് എത്തിയത്. മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമുണ്ടായത് ആ ആദ്യ ടേമിന്റെ അവസാന പാദം മുതൽ രണ്ടാം ടേമിന്റെ തുടക്ക സമയത്ത് വലിയ നേട്ടം കൈവരിച്ചത് പ്രതിരോധ രംഗത്ത് തന്നെയാണ്. രാജ്യസുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള ഒരു ചിത്രം അത് രാജ്യത്തെ സാധാരണക്കാരുടെ മനസ്സിൽ പതിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമേ അല്ല. രണ്ടാം ഊഴത്തിലാവട്ടെ പിന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം തന്നെയായിരുന്നു, പ്രത്യേകിച്ചും റെയിൽ, റോഡ് ഗതാഗതങ്ങളിൽ ഉൾപ്പെടെ. മറ്റൊന്ന്, സ്വയം സംരംഭകരെ വളർത്തിയെടുക്കുന്നതിൽ മോദി സർക്കാർ കാണിച്ച ഒരു വലിയ തിടുക്കം അല്ലെങ്കിൽ ഉത്സാഹം തന്നെയായിരുന്നു. മാത്രമല്ല, ഡിജിറ്റൽ വിപ്ലവത്തിനും ഈ കാലഘട്ടത്തിൽ രാജ്യം സാക്ഷ്യം വഹിച്ചു. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ പല വമ്പൻ രാജ്യങ്ങളും വീർപ്പ് മുട്ടിയ സമയത്തും ഇന്ത്യ പിടിച്ചു നിന്നു. നമ്മുടെ സാമ്പത്തിക കെട്ടുറപ്പ് തകരാതെ തന്നെ. ഇനി മൂന്നാം ഊഴമാണ് മുന്നിലുള്ളത്. ആദരണീയനായ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്നാം തവണ പ്രധാനമന്ത്രി പദത്തിലെത്തുന്ന നേതാവ് നരേന്ദ്രമോദിയാണ്. കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ് എന്നതും വളരെ ശ്രദ്ധേയമാണ്. നിലവിൽ എന്തായാലും മോദി സർക്കാർ ആദ്യം നടപ്പിലാക്കുന്ന പദ്ധതികൾ എന്തൊക്കെയായിരിക്കും അവരുടെ ലക്ഷ്യങ്ങൾ എന്നതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഈ 2 ടേമിലും നടപ്പാക്കിയിട്ടുണ്ട്. മൂന്നാം ടേമിൽ, മൂന്നാം ഊഴത്തിൽ മോദി എന്തൊക്കെ നടപ്പാക്കും എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടെ മോദിയുടെ വാഗ്ദാനമായിരുന്നു, അതൊക്കെ അവർ സാക്ഷാത്കരിക്കുകയും ചെയ്തിരുന്നു. ഇനി ഏക സിവിൽ കോഡ് അടക്കം മോദിയുടെ മുന്നിൽ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ മൂന്നാം ഊഴത്തിൽ എന്തൊക്കെയായിരിക്കും മോദി രാജ്യത്തിന് വേണ്ടി കാത്തുവച്ചിരിക്കുന്നതെന്ന് കണ്ടറിയേണ്ടതുണ്ട്. മോദിയുടെ വാക്കുകൾ തന്നെയാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഇതുവരെ നിങ്ങൾ കണ്ടത് ട്രെയിലർ മാത്രമാണ്, സിനിമ വരാൻ പോകുന്നതേ ഉള്ളൂ എന്നായിരുന്നു. കാത്തിരുന്ന് കാണാം മൂന്നാം മോദി സർക്കാർ രാജ്യത്തിന് എന്ത് നൽകുമെന്ന്. ന്യൂസ് ഡെസ്ക് ഈസ് ഇന്ത്യ മലയാളം.